ഇന്ന് എല്ലാവർക്കും വേദനാജനകമായ ഒരു വാർത്തയാണ് നാം ഇന്ന് രാവിലെ കേട്ടത്. നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ ഹാഫിള് മസ്ഊദി സഖാഫി ഉസ്താദിന്റെ ജനാസ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് തടിച്ചു കൂടിയത്. ഉസ്താദ് ജനിച്ചത് കൂടല്ലൂരിലാണ്. പ്രിയപ്പെട്ട ഉസ്താദിന്റെ അവസാന പ്രഭാഷണത്തിലും മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവസാന പ്രഭാഷണം കഴിഞ്ഞ് 4 മണിയോടു കൂടെയാണ് വീട്ടിൽ എത്തുന്നത്. കുറച്ചു നേരം മയങ്ങി. സുബഹി നിസ്കാരത്തിന് ശേഷം വീണ്ടും കിടക്കുകയായിരുന്നു. അതിനുശേഷം എഴുന്നേറ്റിരുന്ന് ഉസ്താദ് എനിക്കെന്തോ അസ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞ് തുടർന്ന് അവശനിലയിൽ അവിടെ കിടക്കുകയാണ് ചെയ്തത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു എന്ന വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. 3 ചെറിയ കുട്ടികളാണ് ഉസ്താദിന്. ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടിയുമാണ്. മൂത്ത കുട്ടിക്ക് 9 വയസ്സാണ് പ്രായം. ചെറിയ കുട്ടിക്ക് 2 വയസ്സ് തികഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട ഉസ്താദ് നല്ല മനസ്സിന് ഉടമയും ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിയിരുന്നില്ല. എപ്പോഴും ഒരു പുഞ്ചിരിയോടു കൂടെയാണ് ഉസ്താദ് എല്ലാവരോടും പെരുമാറിയിരുന്നത്. സുമനസ്സിന്റെ ഉടമയും സൽസ്വഭാവിയുമായിരുന്നു പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദ്. പെട്ടെന്നുള്ള മരണമായിരുന്നു ഉസ്താദിൻ്റേത്. അത് ഒരു ഞെട്ടലോടെയല്ലാതെ ആർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു പ്രിയ നമ്മുടെ ഉസ്താദിന് ദറജ ഏറ്റിക്കൊടുക്കട്ടെ. സ്വർഗത്തിൽ വെച്ച് കാണാൻ അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ. ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടവർക്കറിയാം. ഉസ്താദ് നരകത്തെക്കുറിച്ചായാലും സ്വർഗത്തെക്കുറിച്ചായാലും ഉസ്താദിന്റെ ഓരോ വാക്കുകളും ഓരോ വാക്കിലെ ഇമ്പങ്ങളും നമ്മുടെ ഓരോ ഹൃദയത്തെയും തൊട്ടുണർത്തുന്ന രീതിയിലാണ്. ഉസ്താദിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള സംസാര ശൈലിയായിരുന്നു ഉസ്താദിൻ്റേത്. തമാശയിലും കോമഡിയിലും സിനിമയിലും നാടകത്തിലും സീരിയലിലും അതുപോലത്തതിലുമായി കറങ്ങുന്ന ആളുകളാണോ മുന്നിൽ വരുന്നത്? അതുപോലത്തെ വിനോദികളാണ്, അതുപോലത്തെ ആളുകളാണ് എന്റെ മുന്നിൽ വരുന്നത്. ഏതിലാ നീ വിനോദികളാണ്, അതുപോലത്തെ ആളുകളാണ് എന്റെ മുന്നിൽ വരുന്നത്. ഏതിലാ നീ പെട്ടിരിക്കുന്നത് എന്ന് നല്ലോണം ഒന്ന് ചിന്തിക്കണം. അതെ, മരിക്കുന്ന ആള്, മരിക്കാൻ കിടക്കുന്ന ആള് ദിക്റും സ്വലാത്തും മറ്റുമൊക്കെയായി നല്ല ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ദിക്റുകളൊക്കെ പതിവാക്കുന്ന ആളാണ്. എന്നാൽ മുന്നിൽ വന്നിരിക്കുന്നവരോ നല്ല നല്ല മഹാന്മാരാണ്. സന്തോഷത്തോടെ ദിക്റ് ചൊല്ലാൻ പറ്റുന്നവരാണ്. അവരെ കാണുമ്പോഴേക്ക് മരിക്കാൻ കിടക്കുന്ന ആൾക്ക്